എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരളീയരുടെ ഇഷ്ട ഒരു പലഹാരമായ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 400 ഗ്രാം പുട്ടിൻ്റെ പൊടി, മീൻസ് പുട്ടിൻ്റെ പരുവത്തിലുള്ള പൊടി പൊടിച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് പൊടിച്ചതെന്ന് വെച്ചാൽ ഞാൻ 300 ഗ്രാം പച്ചരി വെള്ളത്തിലിട്ട് ഒരു 4-5 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത്, അതിനുശേഷം ഞാനത് ഇപ്പം നമ്മൾ കേരളത്തിലുള്ളവർക്കാണെങ്കിൽ ഇത് കഴുകി വാരി വെയിലത്ത് വെച്ചുണക്കാം. അതല്ല കേരളത്തിന് വെളിയിലുള്ളവരാണെങ്കിൽ, ഇങ്ങനെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് വെയിൽ കൊള്ളിക്കാൻ പറ്റത്തില്ല എങ്കിൽ ഞാൻ ചെയ്ത് നമ്മൾ ഈ ചോറൊക്കെ വെച്ചിട്ട് അരി വാർക്കത്തില്ലേ വെള്ളം കളയാൻ ക്ലിപ്പിട്ട്, അതുപോലെ കുറച്ച് നേരം അതിൻ്റെ അകത്ത് വെള്ളം മൊത്തം നല്ലതുപോലെ കഴുകിയതിന് ശേഷം ലാസ്റ്റിലെ വെള്ളം മൊത്തം വാലാൻ കുറച്ച് നേരം വെച്ചു. അതിനുശേഷം എനിക്കിവിടെ ബാൽക്കണിയിൽ കുറച്ച് വെയിൽ കിട്ടും, അതുകൊണ്ട് ഞാൻ ബാൽക്കണിയിൽ ഒരു പാത്രത്തിൽ നിരത്തി വെച്ചു. നിങ്ങൾക്ക് അഥവാ വെയിലില്ല എങ്കിൽ ഒരു കോട്ടൺ തുണിയിലെങ്ങാണം ഇട്ട് ആ ഫാനിൻ്റെ കീഴിയിട്ട് ആ വെള്ളം കുറച്ചൊന്ന് തോരണം. മൊത്തത്തിൽ ഒത്തിരി ഉണങ്ങണ്ട, കാരണം നമ്മൾ ആ വെള്ളത്തോടെ നമ്മൾ പൊടിക്കുമ്പം കുഴയും. അതില്ലാതിരിക്കാൻ വേണ്ടി ആ വെള്ളം ഒന്ന് തോരാൻ വേണ്ടി അങ്ങനെ ചെയ്യുക. ഒരു 10 മിനിറ്റ് ആ വെള്ളം തോന്ന് കിട്ടണം. അങ്ങനെ ഞാൻ പൊടിച്ചെടുത്തതാ ഒരു പുട്ടിൻ്റെ പരുവത്തിൽ. ഞാൻ 300 ഗ്രാം പൊടിച്ചിട്ട് എനിക്ക് 500 ഗ്രാം പൊടി കിട്ടി. ഞാൻ 400 എടുത്തിട്ടുള്ളൂ. അതിനായിട്ട് ശർക്കര ഇവിടെ ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഉരുക്കിയത്. നിങ്ങൾക്ക് മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഞാനിവിടെ ഒരു 150 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ എള്ള്, കറുത്ത എള്ള്, ഏലക്ക ഒരു 15 എണ്ണം, ഏലക്ക പൊടിച്ച പൊടി 15 എണ്ണത്തിൻ്റെ, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം, ഒരു പിഞ്ച് ഉപ്പ് വേണം, ഡീപ് ഫ്രൈക്ക് ആവശ്യമായ എണ്ണ വേണം. ആദ്യം നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് ഞാനിവിടെ ഒരു സ്വല്പം നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലോട്ടാണ് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ കളറൊന്ന് മാറി ഒരു ഇച്ചിരി ബ്രൗൺ കളറായിട്ട് വന്ന് ഇനി ആ എള്ളൂടെ അതിൻ്റെ അകത്തോട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിങ്ങെടുത്തേക്കാം. ഒരു 2 മിനിറ്റ് എള്ളിട്ടൊന്ന് വറുക്കുക. ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലോട്ട് മൈദയും ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇത് അരിപ്പൊടിയും ഈ മൈദയും ആ പൊടി ഇങ്ങോട്ട് എല്ലാം കൂടെ ഇടാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ്. അതുപോലെ ഈ ശർക്കര ഉരുക്കിയിട്ട് നിങ്ങൾ അത് അരിച്ച് വേണം എടുക്കാൻ. ശർക്കര ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആക്കല്ലേ, കാരണം നമ്മൾ ഇത് കുഴയ്ക്കുമ്പോൾ നമുക്കൊരു ഇഡലി മാവിൻ്റെ പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഒത്തിരി വെള്ളമായി പോയാൽ അത് നെയ്യപ്പം ശരിയാവത്തില്ല. അതുപോലെ ഈ ശർക്കര വെള്ളം ഒത്തിരി വെള്ളം ആവുകയാണെങ്കിൽ നമുക്കത് കുഴയ്ക്കാൻ പറ്റത്തില്ല, പിന്നെ മധുരത്തിൻ്റെ പ്രോബ്ലം വരും. ഇനി നമുക്ക് കൈയും കൊണ്ട് ഈ ശർക്കര വെള്ളം ഒഴിച്ചൊന്ന് കുഴയ്ക്കാം. കൈ കൊണ്ട് ഇതിലോട്ട് ഇനി ആ ഏലക്കായ ഇട്ട് കൊടുക്കാം, പൊടിച്ചത്, ആ വറുത്ത എള്ളും തേങ്ങാക്കൊത്തും നന്നായി മിക്സ് ചെയ്യുക. കണ്ട ഈ ഒരു പരുവത്തിലാണ് ഞാൻ കുഴച്ച് വെച്ചേക്കുന്നത്. ഇതൊരു കുറഞ്ഞത് ഒരു 2 മണിക്കൂറിൽ നമുക്ക് അടച്ചു വെച്ചേക്കാം. ഒത്തിരി വെള്ളം ആവല്ലോ. അവിടെ ഈ പരുവത്തിൽ നമ്മുടെ മാവ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്.
ഇത് ഞാനെടുത്ത് ഉണ്ടാക്കുകയും ചെയ്ത് നല്ല ടേസ്റ്റിയായി. ഞാനിവിടെ എണ്ണ ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ കോരി ഒഴിച്ച് ഉണ്ടാക്കാം. ഇനി നമുക്കിത് ഓരോ തവി വീതം എണ്ണയിലോട്ട് കോരി ഒഴിക്കാം. ഒരു സൈഡ് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചിടാം. തീ അല്പം കുറഞ്ഞിരിക്കും, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അകം കൂടെ വേവണം. ഇത് മൂത്തിട്ടുണ്ട്, കോരിയെടുക്കാം. ഒരെണ്ണം കൂടെ ഒഴിക്കാം. ഇത് നമുക്ക് തിരിച്ചിടാം. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം. ഒരു വശം ബ്രൗൺ കളറായി. ഇനി അത് തിരിച്ചിടാം. ഇത് കോരിയെടുക്കാം. രണ്ട് സൈഡ് മൂത്ത്. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.